ഹലോ ഗായ്സ്, അച്ചർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റാഗിപ്പൊടി വെച്ചുകൊണ്ട് അടിപൊളി പലഹാരമാണ്. ഇതിന് വെറും 4 ചേരുവകൾ മാത്രം മതി. 4 ചേരുവകൾ വെച്ചാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കപ്പലണ്ടി നമ്മൾ കഴിക്കുന്നില്ല, അതുപോലെ ഇരിക്കും ഇത്. അതുപോലത്തെ ഇതിലോട്ടങ്ങ് പോയാലോ. ഇതിനായി 3 ചേരുവകൾ പരിചയപ്പെടുത്താം. ആദ്യം ഞാൻ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്, അരി എടുത്തിട്ടുണ്ട്, തേങ്ങ ചിരകിയത്, എല്ലാം ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ശർക്കരയും എടുക്കുന്നുണ്ട്. ഈ ഒരു അളവിൽ മാത്രം എടുത്താൽ മതിയെല്ലാം. ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര നിങ്ങൾ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. മധുരത്തിന് ആവശ്യത്തിന് ശർക്കര എടുക്കാവുന്നതാണ്. പാചകത്തിലും ഇളക്കാം. നമ്മൾ ചീഞ്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അരി കഴുകിയിട്ട് വേണം ഇതിലിട്ട് കൊടുക്കാൻ. അരി കഴുകിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുന്നത്. അരിയൊക്കെ നല്ലപോലെ വറുത്തെടുക്കണം. അരിയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അരിയൊക്കെ ഇട്ട് ഇളക്കി കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തവിയിട്ട് ഇളക്കി കൊടുത്ത് നമ്മൾ അരിയൊക്കെ നല്ലപോലെ പൊട്ടി വരും. പൊട്ടി വരുമ്പോഴത്തേനാണ് അരിയൊക്കെ മൂത്ത് വരുന്നത്. എല്ലാ അരികളും പൊട്ടി വരുന്നു. അരിയൊക്കെ ഏകദേശം വറുത്തൊക്കെ വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ വെള്ളം നനം പോകുന്നോണം വരെ വറുത്തെടുക്കുക. തേങ്ങ ചിരകിയത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയതൊക്കെ ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇളക്കി കൊടുത്ത് തേങ്ങയൊക്കെ അത്യാവശ്യം മൂത്തൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിലോട്ട് നമ്മൾ റാഗിപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. റാഗിപ്പൊടി ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. റാഗിപ്പൊടിയുടെ പച്ചച്ചവ് മാറുന്നത് ജസ്റ്റ് ഒന്ന് ഇളക്കി പച്ചച്ചവ് ഒന്ന് മാറ്റിയെടുത്താൽ മതി. റാഗിപ്പൊടിയൊക്കെ ഇളക്കി മിക്സാക്കി എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് ചുക്ക് ഇട്ട് കൊടുക്കും. ചുക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചുക്കും ജീരകവും ഉള്ളവർ ചേർക്കുക, ഇല്ലാത്തവർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല രീതിയിൽ തന്നെ കിട്ടും. അങ്ങനെ മിക്സിയിൽ പൊടിച്ചെടുത്ത് നല്ല ശർക്കര കാർഗനേഷൻ ചെയ്തെടുക്കാനുമാണ്. ശർക്കരയൊക്കെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കരയൊക്കെ ഒരു ഒട്ടുനൂൽ പരുവത്തിലാക്കി എടുക്കണം. ആ ഒരു പരുവം വരെയാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ശർക്കര റെഡിയാക്കി എടുക്കേണ്ടത്. ശർക്കരയൊക്കെ കാർഗനേഷൻ ചെയ്യാൻ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വരട്ടെ. ശർക്കര ഒന്ന് നമ്മൾ അലിയിച്ചെടുത്തതിന് ശേഷം നമ്മൾ അത് അരിച്ചെടുക്കുകയാണ് ചെയ്തത്. അരിപ്പയിൽ അരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ശർക്കരയ്ക്ക് അത് കല്ലും കാര്യങ്ങളൊക്കെ കാണും. അതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുത്ത് ഒഴിക്കുന്നത്. തവിയൊക്കെ വെച്ച് നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുത്തു. ഒരു പാത്രത്തിൽ നമ്മൾ എണ്ണ തടവി വെച്ചാണ് ആ പാത്രം കാണിച്ചത്. എണ്ണ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നെയ്യൊക്കെ തടവി വെച്ചാണ്. അങ്ങനെ ശർക്കരയൊക്കെ ഇളക്കി കൊടുത്ത് ഒരു ഒട്ടുനൂൽ പരുവമൊക്കെ ആയി വരുന്നുണ്ട്. ഒട്ടുനൂൽ പരുവമായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റാഗിപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. റാഗിപ്പൊടിയൊക്കെ പൊടിച്ച് വെച്ച മിക്സാണ്. മുമ്പ് നമ്മൾ പൊടിച്ച് വെച്ച മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിയും തേങ്ങ ചിരകിയതും റാഗിപ്പൊടിയും ആ മിക്സൊക്കെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മിക്സ് ചേർത്ത് നമ്മൾ മിക്സാക്കുകയാണ്. അങ്ങനെ നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഈ പലഹാരം നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി സെറ്റാക്കാൻ വെക്കും. സെറ്റാക്കിയ ശേഷം ഒരു 2 മണിക്കൂറിനുള്ളിൽ നമ്മുടെ പലഹാരം നല്ല കട്ടിയാക്കി കിട്ടും. കട്ടിയായി എന്ന് പറഞ്ഞാൽ നമ്മളെ കപ്പലണ്ടി മുട്ടായി കഴിക്കത്തില്ല, അതുപോലെ ഇരിക്കും. അതേ രീതിയിലാണ് കിട്ടുന്നത്. കപ്പലണ്ടി മുട്ടായി കഴിക്കുന്ന അതേ രീതിയിലാണ് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ സെർമയിലോട്ട് മാറ്റിയിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം നമ്മൾ മിക്സാക്കി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റാഗിപ്പൊടി വെച്ച് ഇതുപോലത്തെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. ഒരുപാട് പലഹാരങ്ങൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇടിയപ്പം തുടങ്ങിയ വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കയറി നോക്കാവുന്നതാണ്. റാഗിപ്പൊടി വെച്ചുകൊണ്ട് ഇടിയപ്പം അങ്ങനെ ഞങ്ങൾ മിക്സാക്കി എടുക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാം മിക്സാക്കി റെഡിയാക്കി എടുത്തിരിക്കുകയാണ്.
ഇതുപോലെ നിങ്ങൾക്ക് മിക്സാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ പ്ലേറ്റിൽ തന്നെ ഉപയോഗിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ചതുരത്തിലാണ് കഷ്ണങ്ങൾ കിട്ടണമെങ്കിൽ ചതുരത്തിലുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അങ്ങ് മുറിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളെ സാധനമൊക്കെ ഇവിടെ സെറ്റായി നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇളക്കി എടുക്കുമ്പോൾ നല്ലൊരു കപ്പൽ മിഠായി കഴിക്കുന്ന അതുപോലെ ഇരിക്കും. അങ്ങനെ ഒരെണ്ണം കാണിക്കാം. ഇതുപോലെ ഇരിക്കും നമ്മുടെ സാധനം. നല്ല കട്ടിയൊക്കെ ഉണ്ട്. അടിപൊളി ഒരു പലഹാരം കൂടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും റാഗി പൊടി കിട്ടുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക.